ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പനി എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള റിപ്ലൈ ആണ് തരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കരുണീസയാണ്. എൻ്റെ കുട്ടിക്ക് എപ്പോഴും പനിയാണ്. ഒരു ദിവസമൊക്കെ ചൂടുണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും 30 ദിവസം പനിയുണ്ട്. കഫക്കെട്ടെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലാണ് താമസം, വീട്ടിൽ പോകാറില്ല. എന്താവുമോ എന്നറിയില്ല. പനി വിട്ടുപോയ കുടുംബം രക്ഷപ്പെട്ട പോലെയായി. കരുണിസ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു മെഡിക്കൽ കോളേജ് രീതിയിലുള്ള ഹോസ്പിറ്റലിൽ കാണിക്കണം. വേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. നമുക്കിപ്പോൾ എല്ലാത്തിനും ഒരുവിധം ചികിത്സ എല്ലാം കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട്, അല്ലാതെ നിങ്ങൾ എത്ര ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എപ്പോഴും അഡ്മിഷനായിട്ട് എടുക്കുക. പ്രതിരോധശേഷി ഒട്ടുമേ ഇല്ലാത്ത കുട്ടികൾക്കാണ്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള പ്രതിരോധശേഷി കുറവാണെന്നൊക്കെ ഉള്ളതിന് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടി വരും കേട്ടോ. ദെൻ ബേബിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാമോ എന്നാണ് ഗായത്രി ചോദിച്ചിരിക്കുന്നത്. ഒരു വീഡിയോ ചെയ്യുമോ? ഞാൻ വീഡിയോ ഓൾറെഡി സൺസ്ക്രീനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഗായത്രി അതൊന്ന് കണ്ടു നോക്കുക. കുട്ടികൾക്ക് ഉപയോഗിക്കാം, പക്ഷേ പ്രൊവൈഡ് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന മുതിർന്നവർ യൂസ് ചെയ്യുന്ന പോലത്തെ കെമിക്കൽ സൺസ്ക്രീൻ അല്ല യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് തന്നെ നിങ്ങളൊന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങണം കേട്ടോ. ദെൻ ബാബു അപ്പുണ്ണീസ് വേൾഡ് ആണ്. എനിക്ക് ഡോക്ടറെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ, സന്തോഷം കേട്ടോ കേട്ടതിൽ. ദെൻ ഷിലിൻ സണ്ണിയാണ്. ഹൈ മാം, താങ്ക്സ് ഫോർ യുവർ വീഡിയോസ്. എൻ്റെ മോന് 2.2 years ആയി. കുറച്ച് നാൾ അവന് വല്ലാത്ത ദേഷ്യമാണോ, എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും. ഞങ്ങൾ അടിച്ചാൽ തിരിച്ച് 2 അടി തരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആയിരിക്കും കേട്ടോ. ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യനോട് കാണിച്ചിട്ട്, ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനോട് കാണിച്ചിട്ട് കുഞ്ഞിനൊന്ന് അസസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പതുക്കെ രീതിയിലുള്ള ചെറിയ തെറാപ്പീസൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നല്ല ബെറ്ററാണ്. അപ്പോൾ ഒട്ടും വറീഡാവാതെ നിൽക്കൂ. എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്ട. ഇപ്പം എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റും ഒക്കെ അവൈലബിൾ അല്ലേ. തെറാപ്പീസ്, ചിലപ്പോൾ മരുന്ന് പോലും ആവശ്യം വരില്ല. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് കാണിക്കണേ. ഷിമീസ് കറിയാണ്. ഡോക്ടർ, കോൾഡ് ഉള്ളപ്പോൾ തലയിൽ ഓയിൽ തേച്ച് കുളിപ്പിക്കാവോ? ചെറിയ പനിയുള്ളപ്പോൾ കുളിപ്പിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ? ചെറിയ പനിയുള്ളതുകൊണ്ട് കുളിപ്പിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എണ്ണ തേച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുളിയൊക്കെ ആ സമയത്ത് ഒഴിവാക്കാം. നമ്മൾ ഓൾറെഡി സിക്കായിരിക്കുമ്പോൾ കുളിക്കാനൊന്നും തോന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അങ്ങനെയൊക്കെ തന്നെയല്ലേ. കുട്ടികൾ ലെസ് ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്തുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽ കുളിയൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ഇങ്ങ് എടുക്കുക ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യണ്ട. ദെൻ പ്രിയാണ്. ഹൈ മാം, ഞാൻ മിക്കവാറും വീഡിയോസിലും ഡൗട്ട് ചോദിക്കും, പക്ഷേ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത് എന്നുള്ളത്. എൻ്റെ മോന് 15 മാസമായി. ഫുഡൊക്കെ കുഴപ്പമില്ലാതെ കഴിക്കും, ചിലപ്പോൾ മടി കാണിക്കും. പിന്നെ ഞാൻ അവന് ചായ, കട്ടൻ ചായ ഇതൊന്നും കൊടുത്തിട്ടില്ല. കാണുമ്പോൾ കുഞ്ഞ് ചോദിക്കും, ബട്ട് ഞാൻ കൊടുക്കില്ല. വീട്ടിലുള്ളവർ പറയും കുറച്ചൊക്കെ കൊടുക്കാമെന്ന്. മാം, അവന് ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഇതൊക്കെ കൊടുക്കാമോ? മൈദ ഉള്ള ഫുഡ് കൊടുക്കാമോ? ബിസ്ക്കറ്റ്സ് കൊടുക്കാമോ? ഇതിൻ്റെയൊക്കെ ആൻസർ എനിക്ക് തോന്നുന്ന പ്രിയയുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ. ബിസ്ക്കറ്റ്സ് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ, ബിസ്ക്കറ്റിൽ കണ്ടൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ശരിക്കും ഉണ്ടാക്കുമ്പോൾ ബിസ്ക്കറ്റിൽ മൈദയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്യും, മധുരത്തിന് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ മൈദ നമ്മൾ കുട്ടിക്ക് കൊടുക്കണോ വേണ്ടതെന്ന് നമ്മൾ തന്നെ ആലോചിക്കാം. ഭയങ്കരമായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനമല്ല, ഫൈബറൊന്നും ഇല്ലാത്തതാണ്. അതൊക്കെ നമ്മളൊരു ലിമിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ക്രീം ബിസ്ക്കറ്റ്സ് മാക്സിമം ഒഴിവാക്കുക, പല്ലൊക്കെ കേടുവരും. ഇനി അതും ഇടയ്ക്ക് കൊടുത്തു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ റെഗുലർ ആക്കരുത്. അത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സെക്കൻഡ്, മൈദയുള്ള ഫുഡ് അറിയാമല്ലോ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. എന്നും നമ്മൾ മൈദ കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആവുമോ? ഇല്ല. അപ്പോൾ അതൊന്ന് നോക്കുക. ഐസ്ക്രീമിലെ കണ്ടൻറ്റ് നമുക്കറിയാം. മിൽക്ക് വെച്ച് വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീംസൊക്കെ ഉണ്ടാക്കാം. ആ രീതിയിൽ വേണമെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. വാങ്ങുന്നതിലൊക്കെ കുറേ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഞാൻ എപ്പോഴും ഒട്ടും അങ്ങനത്തെ ഫുഡ് കൊടുക്കണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടത്തിലല്ല. ഇടയ്ക്കൊക്കെ കുട്ടികൾ അതും കഴിക്കണം, പക്ഷെ അത് എന്നും റെഗുലർ ആയൊരു ഫുഡായിട്ട് മാറ്റാൻ പാടില്ല. പിന്നെ ചോക്ലേറ്റ്സ് ആസ് യൂഷ്വൽ. മിഠായി കഴിക്കാതെ കുട്ടികൾ വളരുമോ? കുറച്ചൊക്കെ ഇത്തിരി വളർത്തുന്നവരും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഓരോ പാരൻറ്റിൻ്റെയും ചോയ്സാണ്. ചോക്ലേറ്റ്സ് മിനിമം ലെവലിൽ അങ്ങനെ പോട്ടെ, പക്ഷെ അതൊന്നും ബാക്കി ഭക്ഷണം കഴിക്കുന്നതിനെ മാറ്റിയിട്ടാവരുത്. ചോക്ലേറ്റൊക്കെ കഴിക്കുക, പല്ലൊക്കെ നന്നായി കേടുവരും. അപ്പോൾ ഡെൻ്റൽ ഹെൽത്ത് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ദെൻ ശ്രീജയാണ്. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ ലാക്ടോസ് ഇൻടോളറൻസ്, ഈസ് ഇറ്റ് ക്യൂറബിൾ എന്നാണ് പ്രിയ ചോദിച്ചത്. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് പേർക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ലാക്ടോസ് ഇൻടോളറൻസിനെ പറ്റി ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ദെൻ കോൺസ്റ്റിപ്പേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? കോൺസ്റ്റിപ്പേഷനെ പറ്റി നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. Q&Aയിൽ ഒരുവിധം എല്ലാ Q&A സെഷനിലും സംശയങ്ങൾക്ക് മറുപടി പറയുന്ന സെഷൻസിലും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ പോയിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ല മലബന്ധം എന്നുള്ള ഒന്ന് കണ്ടു നോക്കൂ.
ദെൻ അറ്റ് യൂസർ എന്നുള്ളതാണ്. ഡോക്ടർ താങ്ക്സ് ഫോർ യു ഇൻഫർമേഷൻ. എൻ്റെ മോന് 1 year 2 months. മോൻ എപ്പോഴും ബെഡിൽ കിടക്കയിൽ തലകുത്തി മറി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ജനറലി ഇവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. തലകുത്തി മറിയുന്നു എന്നുള്ളതുകൊണ്ട് ജനറലി കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഇഞ്ചുറി ഫ്രാക്ചറൊക്കെ വന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ ഒരു കെയർഫുള്ളായിട്ട് കോഷ്യസ് ആയിട്ട് ചെയ്തോട്ടെ കേട്ടോ. ദെൻ ജാനകിയാണ്. നല്ല ചുമയും 99 degree ഫീവർ ഉണ്ടായിരുന്ന ടൈം ബേബി ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ല, ജ്യൂസ് കുടിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, വാട്ടർ കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചൂട് കൂടുമ്പോൾ മോൾ തന്നെ കുളിക്കണം എന്ന് പറഞ്ഞു കുളിക്കും. നേരെ ഒരു മെഡിസിൻ പോലും കഴിച്ചില്ല. പക്ഷേ അസുഖമൊക്കെ വേഗം മാറി. ബർത്ത് വെയ്റ്റ് 3.1, ഇപ്പോൾ 16 kg, 3 year old ചൈൽഡ്. ഡോക്ടറുടെ ഡയറ്റ് ചാർട്ടാണ് യൂസ് ചെയ്തത്. സന്തോഷം, ആ ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷം. കുട്ടിക്ക് വെയിറ്റ് നന്നായിട്ടുണ്ട്. 3 year old കുട്ടിക്ക് നമ്മൾ 14 kg ആണ് പറയാം, നമ്മുടെ ബേബിക്ക് 16 kg ഉണ്ട്. അപ്പോൾ ആ ഡയറ്റ് ചാർട്ട് വെച്ച് പോകുന്നുണ്ട് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റിയും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മീൻസ് കുട്ടിയുടെ പനിയൊക്കെ ആ രീതിയിൽ തന്നെ മാറുന്നത്. പ്രതിരോധ ശേഷി ഉള്ളപ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് മാറിക്കോളും. അപ്പോൾ എല്ലാവരും ആ രീതിയിലൊന്ന് ഫുഡ് ഒന്നുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ. കുട്ടികളെ അടിക്കുക, വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മക്കൾ ആ രീതിയിലാവില്ല. അവർക്കതൊന്നും ആഫ്റ്റർ എഫക്ട്സ് ഒന്നും അത്ര മനസ്സിലാവാനായിട്ടില്ല. അപ്പോൾ പതുക്കെ 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 പറഞ്ഞ് സ്നേഹിച്ച് ലാളിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ ചെയ്യാനുള്ളത്. ദെൻ പ്രിയ ലക്ഷ്മിയാണ്. മോന് പകലൊന്നും ചൂടില്ല, രാത്രി മാത്രം പനിക്കുന്നുണ്ട്, വാശിയും കരച്ചിലുണ്ട്, ഉറക്കത്തിൽ ഒക്കെയാണ്. സിറപ്പ് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നൈറ്റ് മാത്രം ഇങ്ങനെ കാണുന്നത് ഒരു പ്രോബ്ലം ആണോ? സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ജനറലി നൈറ്റിൽ ചൂട് കൂടുതലായിരിക്കും. ആ സമയത്ത് ഒന്ന് തെർമോമീറ്റർ ഒന്ന് വെച്ച് നോക്കൂ. 99 ഡിഗ്രീനേക്കാളും കൂടുതലുണ്ടോ പനി എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് തൊട്ടടുത്തുള്ള ഡോക്ടറോട് ചോദിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പുറത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഫെസിലിറ്റി അത്ര അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ എൻ്റെ ഓൺലൈൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലേക്ക് വിളിച്ചാലും മതി. ആ ചാർട്ട് വെച്ചിട്ടും കുട്ടിയെ കണ്ടിട്ടും നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ദെൻ ഹലോ മാം, ആഫ്റ്റർ ഡെലിവറി ഇൻഷിയാണ്. ഡെലിവറി എനിക്ക് തീരെ ഉറക്കമില്ല, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് കുട്ടിയുടെ പാല് കൂടി? ജനറലി നമുക്ക് ഉറക്കം കുറവായിരിക്കും. പിന്നെ കുഞ്ഞിന് പാല് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ എണീക്കുന്നുണ്ടോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊന്നുകൂടി ഡീറ്റെയിൽസ് കുറച്ചുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി പറയായിരുന്നു കേട്ടോ. ദെൻ റൈറ്റേഴ്സ് വേൾഡ് ആണ്. എൻ്റെ മോന് 2.5 വയസ്സായി കഴിഞ്ഞു. ഇപ്പോൾ കവർ മിൽക്ക് കൊടുത്തു തുടങ്ങി. ഈവനിങ് ടൈമാണ് കൊടുക്കുന്നത്. ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മിൽക്ക് എന്തെങ്കിലും പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യാമോ എന്നുള്ളതാണ്. മിൽക്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനത്തെ പൗഡേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ദെൻ റിയ ആണ്. ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് ഡ്രൈ കോഫ് ഉണ്ട്, ഇടയ്ക്കുണ്ട്, നാസൽ ഡ്രോപ്സ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഏതാണ് നല്ലത്? നാസൽ ഡ്രോപ്സ് കൊടുക്കാം. ഏതാണെന്നുള്ളത് എനിക്ക് ഇതിൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. ഏതാണെന്നൊന്നും എനിക്ക് ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ കുഞ്ഞിനെ മുമ്പ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കും. ദെൻ അശ്നയാണ്. ഹൈ മാം, എൻ്റെ മോൾക്ക് 3 months and half ആയി. ഹോട്ട് ക്ലൈമറ്റ് ആണ്. കുളിപ്പിക്കുന്നതിന് മുന്നേ പാൽ പാടയും പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചു മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കോക്കനട്ട് ഓയിൽ ആൻഡ് പാൽപ്പാടയും ഓൾട്ടർനേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സേഫ് ആണോ? അതൊക്കെ സേഫാണ്. നാച്ചുറലായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. ദെൻ സ്മിതയാണ്. ഡോക്ടർ, രാപ്പനിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ? സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? രാപ്പനി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഈവനിങ്ങിൽ കൂടും. ദാറ്റ്സ് എ നോർമൽ ഫിനോമിനൻ. അത് പനിയല്ല, അതിന് ചികിത്സ ആവശ്യമില്ല. അത് രാവിലെ ആകുമ്പോഴേക്കും ശരിയാവും. അതുകൊണ്ട് കുട്ടിക്ക് പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില അസുഖങ്ങളിലൊക്കെ ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ ആയിട്ട് പനി ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങളൊന്ന് തെർമോമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. റിയൽ പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഒരു ഐഡിയ നിന്നാണ്. എൻ്റെ മോൾക്ക് 1.5 വയസ്സായി, മുടി വരുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അങ്ങനെയാണ് ജനറ്റിക് ആയിട്ട്. പക്ഷേ അതൊരു 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ ഹെയർ വന്നോളും. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. നോർമൽ രീതിയിലുള്ള ഫുഡൊക്കെ കൊടുക്കും. നമ്മൾ പറയുന്ന പോലെ വിറ്റാമിൻസും നട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുത്തു നോക്കും. പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതേപോലെ വരാം. അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ചിലപ്പോൾ അയണിൻ്റെ മരുന്ന് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ സുമതിയാണ്. താങ്ക് യു ഡോക്ടർ. ഹായ് സുമതി. ദെൻ ഡോക്ടർ, ചുമയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? എൻ്റെ മോൾക്ക് ചുമ വന്നിട്ട് 1 മാസമായി, മരുന്ന് കൊടുക്കുന്നുണ്ട്, നെബുലൈസ് ചെയ്യുന്നുണ്ട്. നൂസിയ എന്നുള്ള ഐഡിയ നിന്നാണ്. പക്ഷെ ഫുള്ളായിട്ട് മാറുന്നില്ല. അപ്പോൾ നമ്മൾ ചുമയെക്കുറിച്ച് 2 വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൊണ്ട് നോക്കൂ. നമുക്ക് പിന്നെ ചുമയ്ക്കുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ വരണ്ട ചുമയുടെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ.
ദെൻ അഞ്ചുമാണ്, മോന് 2 വയസ്സായി. ഫീവർ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഹാൻഡിലും കൈൻഡിലൊക്കെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത്, കാലിൻ്റെ അടിയിലും ഒക്കെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കക്ഷം, അതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടെയൊക്കെ നമുക്ക് സ്വെറ്റ് ഗ്ലാൻസും പോർസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതാണ് നമുക്ക് അവിടെ ചൂട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബോഡി മൊത്തം ഉണ്ടാവും, പക്ഷേ ഇനീഷ്യലി നമുക്ക് അത് സെൻസിറ്റീവ് ഏരിയാസ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം പനി ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയാം, നമ്മുടെ ആ റഫ് എസ്റ്റിമേറ്റ് ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. തെർമോമീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ദെൻ നിഷാണ്, നിഷ്ബ. 6 months ബേബിക്ക് തല എപ്പോഴും നല്ലോണം വിയർക്കുന്നു. തൈറോയ്ഡ് ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത ശേഷം കൊടുക്കുന്ന മരുന്നുകൾക്കൊന്നും കുഴപ്പമില്ല. തല വിയർക്കുന്നത് ജനറലി പൊതുവേ കുട്ടികളുടെ തല വിയർക്കുന്നുണ്ടാവും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്നാലും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വിഷമങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ തലവേർപ്പുണ്ടാവും. ചില കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ തലവേർക്കാം. മെജോറിറ്റിയും കുഴപ്പമില്ലാത്തതാണെങ്കിൽ പോലും നിങ്ങൾ വാക്സിനേഷനൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ഡോക്ടറോടൊന്ന് ഡിസ്കസ് ചെയ്തോളൂ. നൗ നസ്രീനാണ്. നസ്രീൻ, എൻ്റെ മോൾക്ക് 4 മാസമായി. ഇപ്പോൾ പനിയാണോ? അവൾക്ക് പാല് കൊടുക്കുന്നതിന് മടിയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൂക്കടപ്പ് പോലെയുണ്ട്. ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ കാണിക്കണം. നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി മരുന്ന് കൊടുക്കണം. പാല് തീരെ കുടിക്കുന്നില്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ ഷുഗറൊക്കെ കുറയില്ലേ, ക്ഷീണം കൂടുകയും ചെയ്യും. അപ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കുന്നതിന് കൂടെ തന്നെ മൂക്കടപ്പിനുള്ള മരുന്നും കൊടുക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വീഡിയോ നീണ്ടു പോകാണ്ടിരിക്കാൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കും. നമുക്ക് ഇതേപോലെ പതുക്കെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. So bye and take care.